ആരാടാ ചെറുപ്പക്കാരാ ഉമ്മയോട് അനുവാദം ചോദിച്ചത്, വാപ്പയോട് അനുവാദം ചോദിച്ചത്? പടച്ചവനെ ചോദിക്കാറില്ലല്ലോ, മാതാപിതാക്കളോട് പറയാറില്ലല്ലോ. എല്ലാം ചെയ്ത് കഴിയുമ്പോഴാണ് മാതാ പറയുന്നത്. പടച്ചവനെ വണ്ടി വീടിന്റെ മുന്നിൽ വരുമ്പോഴാണ്, മോനെ ഇതേതാരാ ഒരു പുതിയ വണ്ടി, ഉമ്മ ഞാൻ ഇന്നലെ എടുത്തതാണെന്ന് പറയുന്നതപ്പോഴാ. പടച്ചവനെ നീ എല്ലാവരോടും പറയും, കൂട്ടുകാരോട് പറയും, ഭാര്യയോട് പറയും, മക്കളോട് പറയും, കൂട്ടുകാരോട് കുടുംബക്കാരോട് പറയും. പക്ഷേ മാതാപിതാക്കളോട് നീ പറയാറില്ല, മാതാപിതാക്കളുടെ ദുആ വാങ്ങാറില്ല. പിന്നെ എങ്ങനെയാ രക്ഷപ്പെടുന്നത്? പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? നിന്റെ ഭാര്യയോട് പറയുമല്ലോ, എല്ലാ കാര്യവും നീ നിന്റെ ഭാര്യയോട് പറയുമല്ലോ. ഉമ്മയോട് പറയാറുണ്ടോ ചെറുപ്പക്കാരാ? വാപ്പയോട് പറയാറുണ്ടോ? അവരല്ലേടാ നിന്റെ വിജയത്തിന് കാരണക്കാര്. അവരില്ലെങ്കിൽ നീ ഇല്ലല്ലോ. അവരുടെ ദുആ കൊണ്ടല്ലേ നീ രക്ഷപ്പെട്ടത്. നമ്മളിൽ പലരും പടച്ചവനെ ഉമ്മയോടും വാപ്പയോടും പറയാറില്ല. നമ്മളിൽ പലരും മാതാപിതാക്കളോട് ഒന്നും പറയാറില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനും നിങ്ങളും ഉമ്മയോട് പറയാറില്ല. എല്ലാം പെണ്ണുമ്പിള്ള എടുത്ത് പറയുന്നവർ, എല്ലാം ഭാര്യയോട് പറയും, ഉമ്മയോടും വാപ്പയോടും ഒന്നും പറയാറില്ല. എന്നാൽ അതിന്റെ നഷ്ടം എന്തെന്നറിയുമോ? നിനക്കതിന്റെ നഷ്ടം അറിയാഞ്ഞിട്ടാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് കേൾക്കാൻ വേണ്ടി പറയുകയാ. ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാര് ഉമ്മയോടും ഉപ്പയോടും ഒരു കാര്യവും പറയാത്ത മക്കള് കേൾക്കാൻ പറയുകയാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അൽകമയ്ക്ക് ഷഹാദത്ത് കലിമ പറയാൻ കഴിയുന്നില്ല. അൽകമ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. സ്വഹാബികൾ അടുത്തു പോയിരുന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ അൽകമ റളിയല്ലാഹു തആല അൻഹുവിന് പറയണമെന്നുണ്ട്. പക്ഷേ നാവ് പൊങ്ങുന്നില്ല, പറയാൻ കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും പറയാൻ കഴിയുന്നില്ല. സ്വഹാബികൾ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ, അൽകമ 5 നേരവും നിസ്കരിക്കുമോ സഹാബാ? ഈമാൻ കിട്ടുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുന്നില്ല. മുത്തുനബി ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, അൽകമ നിസ്കരിക്കുമോ സഹാബാ? യാ റസൂലല്ലാഹ്, അൽകമ 5 നേരവും നിസ്കരിക്കുന്ന സ്വഹാബിയാ. 5 നേരവും നിസ്കരിക്കും നബിയെ. റസൂലുള്ള രണ്ടാമത് ചോദിക്കുകയാണ്, ഉമ്മയുമായിട്ട് എങ്ങനെയാണ്? അൽകമ ഉമ്മയുമായിട്ട് എങ്ങനെയാണ്? സ്വഹാബികൾ പറഞ്ഞു, നബിയേ, ഉമ്മാനെ വല്ലാത്ത സ്നേഹമാ, ഉമ്മയോട് വല്ലാത്ത സ്നേഹമാ, ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാണ്. പക്ഷേ ഉമ്മയ്ക്കൊരു പരാതിയുണ്ട് നബിയേ. നെളിഞ്ഞിരിക്കുന്ന മക്കള്, എടാ നിന്നെ കുറിച്ചും നിന്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടൂല, നീ രക്ഷപ്പെടൂല. പെങ്ങള് സിറാജിനോട് ദേഷ്യം വെച്ചിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സഹാബികൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ പറയാൻ പറ്റുന്നില്ല അൽകമയ്ക്ക്. ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, നിസ്കരിക്കാറുണ്ടോ? 5 നേരവും നിസ്കരിക്കും നബിയെ. 2, ഉമ്മയോടെങ്ങനെ? സഹാബികൾ പറഞ്ഞു, വലിയ സ്നേഹമാ. ഇല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉമ്മയ്ക്ക് വല്ല പരാതിയുണ്ടോ? ആ സമയത്ത് സഹാബികൾ പറഞ്ഞു, ഉമ്മയ്ക്കൊരു പരാതിയുണ്ട്. എന്തേ ഉമ്മയുടെ പരാതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിളിച്ചു കൊണ്ടുവരാൻ. അൽകമ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയെ കൊണ്ടുവന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മകനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? നബിയെ, എനിക്ക് അവനെ വലിയ ഇഷ്ടമാ, ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയതാ. പക്ഷെ എനിക്കൊരു വിഷമമുണ്ട്. അവൻ എന്ത് കാര്യമുണ്ടെങ്കിലും ആദ്യം ഭാര്യയോടെ പറയും. എന്ത് കാര്യമുണ്ടെങ്കിലും എൻ്റെ അൽകമ ആദ്യം ഭാര്യയോട് പറയും, പിന്നെ എൻ്റെ അടുത്ത് പറയാറുള്ളൂ.
സത്യത്തിൽ അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയെ, ഞാനല്ലേ അവന്റെ ഉമ്മ, ഞാനല്ലേ അവന്റെ ഉമ്മ, അവന് എന്നെക്കാളും ഇഷ്ടം അവന്റെ ഭാര്യ. നിങ്ങൾ ശ്രദ്ധിക്കണം, അൽഖമ റളിയല്ലാഹു തആല അൻഹു പറയാതെ ഇരുന്നില്ല, ഉമ്മയോടെല്ലാം പറയും. പക്ഷെ ആദ്യം ആരോടെ പറയൂ? ഭാര്യയോടെ പറയൂ. ആ ഉമ്മ പറഞ്ഞു, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല നബിയെ, എന്റെ മനസ്സു വേദനിക്കുന്നു നബിയെ, അവൻ എന്നെക്കാളും സ്നേഹം ഇന്നലെ വന്ന അവന്റെ പെണ്ണും പിള്ളയോടാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്നില്ല, ഒന്ന് പൊരുത്തപ്പെട്. ഇല്ല നബിയെ, ഇല്ല നബിയെ. ചരിത്രം പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്ക്, ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ അടിച്ചിറക്കിയതിന്റെ പേരിലല്ല, ഉമ്മാനെ പട്ടിണി കിട്ടതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനോട് ആദ്യം പറയാറില്ല. ഈ ഒറ്റ തെറ്റിന്റെ പേരിലാ ആ സ്വഹാബിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിഞ്ഞില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ആ ഉമ്മയുടെ പൊരുത്തം കൊടുത്തതിന് ശേഷമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിച്ചത് എന്ന് ചരിത്രം പറയുമ്പോൾ ഞാനും നിങ്ങളും ആരാ പറയാറ്? ഉമ്മാനോട് പരിഗണനയുണ്ടോ എനിക്കും നിങ്ങൾക്കും? എന്നാൽ എത്രയോ കോടീശ്വരന്മാരായ കച്ചവടക്കാരുണ്ട്. നിനക്കൊരു മുറുക്കാൻ കടയല്ലേ ഉള്ളൂ, നിനക്കൊരു ചെറിയ ഒരു പീടികയല്ലേ ഉള്ളൂ, എങ്കിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആസ്തിയുള്ള എത്രയോ സമ്പന്നന്മാർ വൈകുന്നേര സമയം കട പൂട്ടിയിട്ട് വരുമ്പോൾ നേരെ ഉമ്മാടെ റൂമിൽ പോയിട്ട് ഉമ്മാടെ കയ്യിൽ കൊടുക്കും കടയുടെ താക്കോൽ. എത്രയോ പേർ അവസാനം കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ വാപ്പയുണ്ടോ ഉമ്മയുണ്ടോ, ജീവിച്ചിരിക്കുന്ന കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരാണെങ്കിലും അവരുടെ കയ്യിൽ കൊണ്ട് താക്കോല് കൊടുക്കും. എന്നിട്ട് അൽഹംദുലില്ലാഹ് ഉമ്മയ്ക്കൊരു ചുംബനവും കൊടുത്തിട്ട് ഭാര്യയുടെ മുന്നിലേക്ക് ബെഡ്റൂമിലേക്ക് പോകൂ. രാവിലെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങുമ്പോ ഒരുങ്ങി ഇറങ്ങി നേരെ ഉമ്മാടെ അടുക്കൽ പോയിട്ട് ഉമ്മാടെ കൈകൊണ്ട് താക്കോല് വാങ്ങും. ഉമ്മയ്ക്കൊരു ഉമ്മയും കൊടുത്തിട്ട് ഇറങ്ങിപ്പോകും. അവരാ സഹോദര ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമ്മള് നേരെ താക്കോലും പൈസയും ആരെടുത്ത് കൊണ്ടു കൊടുക്കും? നിന്റെ ആമിന പൂട്ടിക്കോടി ഉമ്മ കാണണ്ട, ഉമ്മയും വാപ്പയും കാണണ്ട, ഒളിച്ചു വെച്ചോ. അതുകൊണ്ടാ സഹോദര നിന്റെ ജീവിതത്തിൽ നിന്ന് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോയത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉമ്മയുടെ ദുആയോളം വലുതൊന്നുമില്ല. ഒരൊറ്റ ഉമ്മയുടെ ദുആ പോലെ നീ വിചാരിച്ചു നിന്റെ രക്ഷ നിന്റെ ഭാര്യയുടെയും മക്കളുടെയും അല്ലെങ്കിൽ നിന്റെ താടിയുടെയും തഴമ്പിന്റെയും വലിപ്പം കണ്ടിട്ടാ? അല്ലടാ, നിന്റെ ഉമ്മയുടെ ദുആയ. മൂസാ നബി അലൈഹിസ്സലാം തൂരിസീന പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറിയപ്പോ കാല് തെറ്റിയിട്ട് വീണപ്പോ അല്ലാഹ് പറഞ്ഞു, മൂസാ ദുആ ചെയ്യേണ്ട ആള് പോയി, ഇനി സൂക്ഷിച്ചോളാനാ പറഞ്ഞേ. ഉമ്മ മരിച്ചുപോയി, ഇനി ദുആ ചെയ്യാനില്ല, അതുകൊണ്ട് സൂക്ഷിച്ചുകൊള്ളാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലർക്കും ഉമ്മ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. ഉമ്മയുടെ വാക്കുമതി, ഒരു നിസ്സാരമായിട്ട് ഉമ്മയുടെ മനസ്സു വേദനിച്ചാൽ മതി, എന്റെയും നിന്റെയും ജീവിതം തന്നെ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ആരാ ജുറൈജ്? ആരാ ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ? അള്ളാഹുവിനെ വല്ലാത്ത ഭയമാ. ഉമ്മാടെ വില മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പെണ്ണ് കെട്ടിയിട്ടില്ല. മാതാവിന്റെ അടുക്കൽ നിൽക്കാതെ ഒറ്റയ്ക്ക് പോയിട്ട് രാവും പകലും ഇബാദത്താ ജുറൈജ്. ഒരിക്കൽ ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ ചിന്തിച്ചു, മോനെ കണ്ടിട്ട് കുറെ നാളായല്ലോ, ഒന്ന് പോയി കാണാം. അങ്ങനെ ഉമ്മ മകനെ കാണാൻ വേണ്ടി ജുറൈജിന്റെ വീടിന്റെ മുന്നിൽ വന്നു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിന്റെ മുന്നിൽ വന്നിട്ട് ഉമ്മ വിളിച്ചു, മോനെ ജുറൈജ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു മസല പഠിച്ചോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീടിന്റെ അകത്ത് സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മ വന്ന് വിളിച്ചാൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കെട്ടിയ കൈ അഴിക്കാൻ പാടുണ്ടോ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ. എടാ, നിങ്ങള് ഒരാള് നമസ്കരിക്കാൻ കൈകെട്ടി, പാമ്പ് വന്നാ ഓടാൻ പറഞ്ഞോ? അല്ലാഹ് ഓടാൻ പറഞ്ഞിട്ടുണ്ടോ? ഓടാൻ പറഞ്ഞിട്ടുണ്ടോ? പട്ടി കടിക്കാൻ വന്നാ ഓടണോ? പടച്ചനെ പറഞ്ഞു നോക്കണം, അപ്പ അറിയാ. ഇമാമിനെ പോലെ കാണൂല. അല്ലാഹു മാറാകട്ടെ. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുകയാണ്. സുന്നത്ത് നമസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ കൈകെട്ടി നിന്ന് 2 റക്അത്തായി അല്ലെങ്കിൽ 3 റക്അത്തായി ഞാൻ ഇങ്ങനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ വന്നിട്ട് മോനെ സിറാജെ എന്ന് വിളിച്ചാൽ കൈ അടിച്ചിട്ട് എന്തേ എന്ന് ചോദിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എടാ, നീ അല്ലാഹുടെ മുന്നിൽ കെട്ടിയിരിക്കണ കൈ അഴിച്ചോണം. ആര് വിളിച്ച?
പറ, ആര് വിളിച്ച? നിന്റെ ഉമ്മ വിളിച്ച കെട്ടിയിരിക്കണ കൈ അടിച്ചിട്ട് ചോദിക്കണം, എന്തേ ഉമ്മ? അതാടാ നിന്റെ ഉമ്മ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതാണ് ഉമ്മ. വാപ്പയ്ക്ക് സ്ഥാനമില്ല എന്നല്ല. നിന്റെ മാതാപിതാക്കള് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വിളിച്ച അപ്പം നീ അടിക്കണം. അല്ലാതെ നിസ്കാരത്തിലല്ലേ സലാം വീട്ടിയിട്ട് വിളിക്കാം എന്ന് നീ കരുതരുത്. കാരണം അടിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ജുറൈജ് തങ്ങൾ വിചാരിച്ചു, ഞാൻ നിസ്കരിക്കല്ലേ, സലാം വീട്ടികെട്ടി എന്തേന്ന് ചോദിക്കാം, ഇത്രേ ചിന്തിച്ചുള്ളൂ. ഉമ്മ കാത്തു നിന്നു. വിളി കേൾക്കാതെ വന്നപ്പോ ഒറ്റ പോക്ക് തിരിച്ച്. വിളി കേട്ടില്ല, ഒറ്റ പോക്ക്. കുറച്ചു കഴിഞ്ഞു വീണ്ടും ഉമ്മായിക്ക് ഒരു ആഗ്രഹം, മോനെ ഒന്ന് കാണാം. പിന്നെയും പോയി. അന്ന് തന്നെ ആകണമെന്നില്ല. പിന്നീട് ഒരു ദിവസം പോയി എന്ന് സങ്കല്പിക്ക്. പോയി വിളിച്ചു, മോനെ ജുറൈജെ. അപ്പോഴും ജുറൈജ് തങ്ങൾ നിസ്കാരത്തില. പെണ്ണുമ്പിള്ളയുടെ മടി കിടക്കായിരുന്നില്ല, അല്ലെങ്കിൽ വീടിനകത്തിരിക്കായിരുന്നില്ല. നിസ്കാരത്തിലായത് കാരണം വിളി കേട്ടില്ല. ഉമ്മ തിരിച്ചുപോയി. മൂന്നാമതും ഉമ്മ വന്നു, മോനെ ജുറൈജെ. അപ്പോഴും നിസ്കാരത്തില, വിളി കേട്ടില്ല. ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. അപ്പൊ എന്നെക്കാളും വലുത് അവന്റെ ഇബാദത്ത്, അവന്റെ നിസ്കാരം. ഉമ്മ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാ ഇവനെ നീ നാണം കെടുത്താതെ മരിപ്പിക്കല്ലേ അല്ലാ. ഒരൊറ്റ പറച്ചല്. ആ ഉമ്മ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാഹുവേ ഇവനെ നീ നാണം കെടുത്താതെ നീ മരിപ്പിക്കരുത്. ഒരൊറ്റ വാക്ക്. ഉമ്മ പോയി. ജുറൈജ് തങ്ങൾ ഒന്നും അറിഞ്ഞില്ല. ദിവസങ്ങൾ കഴിയാൻ തുടങ്ങി. ജനങ്ങൾ മുഴുവനും ജുറൈജ് തങ്ങളെ കാണുമ്പോ വലിയ മഹാനല്ലേ, നിസ്കരിക്കാനുള്ള സൗകര്യം, എല്ലാവരും ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, ദുആ ചെയ്യാൻ പറഞ്ഞു. വലിയ മഹാനാ. അത് കണ്ടപ്പോ ഒരു സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. ആ പെണ്ണ് എല്ലാ ആണുങ്ങളെയും പിഴപ്പിക്കുന്നവളാണ്. ഇപ്പൊ ജുറൈജിനെ കണ്ടപ്പോ അവൾക്കൊരാഗ്രഹം, ഇവനെ ഒന്ന് പിഴപ്പിക്കണം. അങ്ങനെ എന്തെല്ലാം നോക്കിയിട്ടും ജുറൈജിനെ പിഴപ്പിക്കാൻ പറ്റുന്നില്ല. ഈ പെണ്ണ് ജുറൈജ് തങ്ങൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ മുന്നിൽ വന്നിട്ട് ഉടുതുണി ഉരിഞ്ഞിട്ട് നിൽക്കും, നഗ്നയായിട്ട്. അങ്ങനെയെങ്കിലും ഒന്ന് പിഴപ്പിക്കാൻ. എന്ത് ചെയ്തിട്ടും ജുറൈജ് തങ്ങൾ ഇവളെ മൈൻഡ് ചെയ്യാതെ വന്നപ്പോ ഇവൾക്ക് ദേഷ്യമായി. ഇവൾ ഇറങ്ങി പോകുന്നത് പല ആണുങ്ങളും കണ്ടു. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, ഈ പെണ്ണ് ഗർഭിണിയായി. കാണുന്നവരോടൊക്കെ പറയും, എന്റെ കുഞ്ഞ് ജുറൈജിന്റെ കുഞ്ഞ. ചരിത്രം പറയുന്നു, അവസാനം ചോര കുഞ്ഞുമായിട്ട് ഈ പെണ്ണ് നാട്ടുകാരെ മുഴുവനും വിളിച്ചു കൂട്ടിക്കെട്ട് പറഞ്ഞു, ഇവൻ കള്ളനാ, ഈ കുഞ്ഞിന്റെ വാപ്പ ജുറൈജ. കേൾക്കേണ്ട താമസം നാട്ടുകാര് മുഴുവനും ആ വീട് മുഴുവനും തല്ലി തകർത്തു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നമസ്കാരിച്ചുകൊണ്ടിരുന്ന കൂടാരം മുഴുവനും തല്ലി തകർത്തു. അങ്ങനാണല്ലോ, ഒരു വാർത്ത മാത്രം മതി, സത്യമോ ഒന്നും നോക്കാറില്ല ആരും. എല്ലാവരും തല്ലാനും തുടങ്ങി, കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ ജുറൈജ് തങ്ങൾ നാണം കെട്ടു. ഉമ്മാടെ ദുആ അവിടെ നിന്ന് നാണം കെട്ടു. അവസാനം എന്തേ സംഭവമെന്നറിയില്ല. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇതിന്റെ സത്യം തെളിയിക്കാൻ എനിക്കൊരു നിമിഷം തരുമോ? ജനങ്ങൾ സമയം കൊടുത്തു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഒളുവെടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ എന്തേ അല്ലാ. അപ്പോഴാണ് അശരീരി കേൾക്കുന്ന ജുറൈജെ, ഉമ്മാടെ വിളിക്കുത്തരം കിട്ടാതെ വന്നപ്പോ ഉമ്മയുടെ പ്രാർത്ഥനയാണ്, ഉമ്മാടെ ദുആയാ. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു സുജൂദിൽ കിടക്കുമ്പോൾ അശരീരി കേൾക്കുന്നു, ഉമ്മ എതിരെ ദുആ ചെയ്തതാ. ജുറൈജ് തങ്ങൾ അവിടെ കിടന്ന് കരയുന്നു, അല്ലാ അറിഞ്ഞിരുന്നില്ല തമ്പുരാനെ, എനിക്കറിയാൻ പറ്റിയില്ല തമ്പുരാനെ, എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ അല്ലാ. ജുറൈജ് തങ്ങൾ സുജൂദിൽ കിടന്ന് കരയുകയാ. എന്നിട്ട് എഴുന്നേൽക്കുകയാണ്. ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് നിൽക്കുകയാണ്. പെണ്ണ് പറയുന്നു, എന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു ജുറൈജിന്റെതാണ്. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ആ ചോര കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവരാൻ. ജനങ്ങൾ ആ ചോര കുഞ്ഞിനെ പൊന്നുമോനാണ്, ആൺകുട്ടിയാണ്. അവനെ ജുറൈജ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു. ജുറൈജ് റളിയല്ലാഹു തആല അൻഹു തന്റെ വിരലെടുത്തിട്ട് ആ ചോര കുഞ്ഞിന്റെ പൊക്കിളിന്റെ മുകളിൽ വെച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ ബുനയ്യാ, എടാ പൊന്നുമോനെ, നിന്റെ വാപ്പയാരാടാ? ചോര കുഞ്ഞിനോട് ചോദിക്കുകയാ, നിന്റെ വാപ്പയാരാ? പറയടാ, നിന്റെ വാപ്പയാരാ? എല്ലാരും ചോദിച്ചു, ജുറൈജ് നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഈ പാല് കുടിക്കണ കുഞ്ഞു സംസാരിക്കുവോ? നീ എന്താ ഞങ്ങളെ കളിയാക്കുന്നോ? ഈ പാല് കുടിക്കുന്ന കുഞ്ഞു സംസാരിക്കുവോ?
ജുറൈജ് പിന്നെയും ചോദിച്ചു, പറയടാ മോനെ, നിന്റെ വാപ്പയാരാ? ഞാനാണോ? നിന്റെ വാപ്പ ഞാനാണോ? പറയടാ മോനെ. ആ സമയത്ത് ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് കഥയല്ല, ചരിത്രമാ. ഇത് നിങ്ങൾ കിതാബെടുത്ത് നോക്ക്. ആ പാല് കുടിക്കുന്ന പൊന്നുമോന് നമ്മൾ സംസാരിക്കുന്നത് പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പ ജുറൈജല്ല, മലഞ്ചെരിവില് താമസിക്കുന്ന ഒരു ആട്ടിടയനാ. അവിടെന്ന് ഉറക്കെ പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ, ഈ ചരിത്രം മതി. ജുറൈജ് എന്ന് പറയുന്ന മഹാനാരാണ്. ആ ജുറൈജ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ വിളിക്കുത്തരം ചെയ്യാതെ വന്നപ്പോ ഇത്രയും വലിയ ഒരു ശിക്ഷ കിട്ടിയെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ ബറക്കത്തില്ലാത്തത്, ഏത് കച്ചവടം ചെയ്താലും നീ നഷ്ടത്തിൽ പെട്ടുപോകുന്നത്, നിനക്ക് സ്വന്തമായിട്ടൊരു വീടില്ലാത്തത്, എന്തേടാ നീ രക്ഷപ്പെടാത്തത്? എന്തേ നിനക്ക് സമാധാനമില്ലാത്തത്? നിന്നെ പോലെ മീൻ കച്ചവടം ചെയ്യുന്നവൻ എടാ സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ. നിന്നെ പോലെ പച്ചക്കറി കച്ചവടം നടത്തുന്നവൻ രക്ഷപ്പെട്ടല്ലോ. നിന്നെ പോലെ ഒരു പീടികയുള്ളവൻ 2 നില വീട് വെച്ചല്ലോ. ഇത് മോഷണം നടത്തിയിട്ടല്ല, പിടിച്ചു പറിച്ചിട്ടല്ല, പറ്റിച്ചുണ്ടാക്കിയതല്ല. അള്ളാഹു അവന് ബറക്കത്ത് കൊടുത്തത് കൊണ്ടാ, അള്ളാഹു സഹായിച്ചത് കൊണ്ടാ. അതുകൊണ്ട് ഇനിയെങ്കിലും നിനക്ക് അല്ലാഹുവിന്റെ സഹായം വേണോ? റബ്ബ് നിനക്ക് ബറക്കത്ത് ചെയ്യണോ? ഈ 5 കാര്യങ്ങൾ നീ പാലിക്ക്, അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഈ 5 കാര്യം ഇനിയെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ചെയ്യാൻ പഠിക്ക്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പലരും എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുക. എൻ്റെ പൊന്നാര സിറാജ് ഉസ്താദ്, ഈ പറഞ്ഞ 5 കാര്യവും ഞങ്ങൾ ചെയ്തില്ല, പെട്ടു. ഇനി എന്താ ഞങ്ങളോട് ഇപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എടാ, വീട് കെട്ടി, കച്ചവടം തുടങ്ങി, പെണ്ണും കെട്ടി, എല്ലാം ചെയ്തു കഴിഞ്ഞു, ഇപ്പൊ വന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതാ നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 3 നന്മ ഞാൻ പറഞ്ഞു തരാം. 3 കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 3 നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ 3 നല്ല കാര്യം ചെയ്താൽ ഇനിയും നിങ്ങൾക്ക് രക്ഷപ്പെടാം. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് വേണോ? ബുദ്ധിമുട്ടുണ്ടോ? ഇരിക്കാൻ സമയമുണ്ടോ? ഇരിക്കാൻ സമയമുണ്ടോ? അല്ല, ആൾക്കാർ പൊഴിഞ്ഞു തുടങ്ങി, അതുകൊണ്ട് ചോദിച്ചാ. വേണോ വേണ്ടേ? വേണോ വേണോ വേണോന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. അള്ളാഹുവെ, മരിക്കുന്ന കാലം വരെ ഈ കൈപൊക്കിയ ഒരാൾക്കും ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അള്ളാഹുവെ, പടച്ചവനെ, റബ്ബേ, ഈ ഉയർത്തിയ കൈകൊണ്ട് ഹൗലുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ നീ ഭാഗ്യം നൽകണേ പടച്ചവനെ. നന്മതിന്മ എഴുതിയ കിതാബ് ഈ ഉയർത്തിയ കൈകൊണ്ട് വാങ്ങാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഈ കൈപൊക്കിയവർക്ക് മുഴുവനും അള്ളാഹു ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കൈപൊക്കാത്തവരുടെ കാര്യം എനിക്കറിയില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓനൊന്നും വേണ്ട, അതുകൊണ്ടല്ലേ പൊക്കാത്തത്. ഓനൊന്നും വേണ്ട. വേണോന്നുള്ളവര് കൈ പൊക്കിക്ക്. ഇപ്പൊ 2 കൈയും പൊക്കിയില്ലേ? ഇത് ആദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണോ? അതങ്ങനെ ചിലർക്ക് അങ്ങനെ ഒന്ന് കൊടുത്താലേ അവർക്ക് പറ്റത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ എന്റെ കൈ താത്തിയെടുപ്പ ഇൻഷാ അല്ലാഹ്. ഒരു 3 നല്ല കാര്യം ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന നല്ല കാര്യം ചെയ്താൽ നിന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകും, നീ രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ഒന്ന് നേരെ ഇരിക്കും. ഇത് പ്രസവ വാർഡിന്റെ ഫ്രണ്ടിൽ പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഗർഭിണികൾ നേരെ ഇരിക്കുക. കൈമാര് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. താത്താമാരൊക്കെ കേട്ടോ, 3 നല്ല കാര്യം ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഒരു 10 മിനിറ്റ്, 10 മണിയായി. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 1 റെഡിയല്ലേ? റെഡിയല്ലേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഇനിയെങ്കിലും നിനക്കും നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്ത് വേണോ? ഇനിയെങ്കിലും നിനക്ക് സമാധാനം വേണോ? ഇനിയെങ്കിലും നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു നീ സലാം പറഞ്ഞാൽ നിനക്കും നിന്റെ വീട്ടുകാർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്യണം? സലാം പറയണം. എങ്ങനെ സലാം പറയുന്നേ? സലാം അലൈക്കും. പിശുക്കൻ, അള്ളാഹു നിന്റെ പിശുക്ക് മാറ്റി തരുമാറാകട്ടെ. പിശുക്കെന്നല്ലേ പറയാ? എടാ, നിനക്ക് ബർക്കത്ത് വേണമില്ലേ? നിന്റെ നാവ് കൊണ്ട് സലാം 3 രീതിയിൽ. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, 3 ഒരു സലാം പറയുന്നതിൽ തന്നെ നീ പിശുക്ക് കാണിക്കുക. പിന്നെ എങ്ങനെ നിനക്ക് അല്ലാഹ് സമ്പത്ത് തരും? നീ പറ. പൊന്നാര ചങ്ങാതി, നീ നിന്റെ വീട്ടിൽ ചെന്ന നിന്റെ ഭാര്യയോട് നിന്റെ മക്കളോട് സലാം പരിപൂർണമായിട്ട് പറ, നിനക്കും നിന്റെ വീട്ടുകാരും രക്ഷപ്പെടും, അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പറഞ്ഞൂടെ? ഇന്ന് വീട്ടിലെങ്ങാനും പോകുമ്പോ വിചാരിക്കും, സിറാജ് പറഞ്ഞതല്ലേ, കടവൊക്കെ മാറാൻ ബർക്കത്തൊക്കെ ഉണ്ടാകാം, ഒരു സലാം പറയാം. പോയിട്ട് ബെല്ലടിച്ചു, നിന്റെ ആമിന ടിവിയുടെ മുന്നിൽ പെറ്റുകിടക്ക, എഴുന്നേറ്റ് വരുവോള്. ഓളിങ്ങനെ വന്ന് വാതിൽ തുറക്കും. അപ്പൊ നീ പറയും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അവള് വിചാരിക്കും, പടച്ചവനെ ശൈത്താനെങ്ങാണ്ടോ കൂടിയെന്ന് തോന്നുന്നു. കാരണം ഇങ്ങാര് ഇന്ന് വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ ഇരിക്കണ താത്താമാരെങ്കാലും ഇന്ന് വീട്ടിൽ പോയിട്ട് സലാം പറഞ്ഞാ ഭർത്താവ് വിചാരിക്കും, പടച്ചവനെ ഇപ്പോഴാണെങ്കിൽ വണ്ടി കൊണ്ടുപോകാം, ഇച്ചിരി കഴിഞ്ഞാൽ പാടാ, കാരണം കൂടിയെന്ന്. കാരണം എന്തേ? ഇന്ന് വരെ ഞാനും നിങ്ങളും സലാം പറഞ്ഞിട്ടില്ല. നമുക്ക് നാണക്കേടാ. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. എടാ, നിന്റെ ഫോണിൽ പലരും വിളിക്കാറുണ്ട്, നിന്റെ ഭാര്യയുടെ നമ്പർ സേവ് ഉണ്ട്. ഭാര്യയുടെ നമ്പർ അറിയാത്ത ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ? ഇല്ല. എന്നാലും ഭാര്യ വിളിക്കുമ്പോൾ നമ്മൾ എന്ത് ചോദിക്കും? ഹലോ എന്നേ ചോദിക്കത്തുള്ളൂ. എന്നാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാറുണ്ടോ? നിനക്കറിയാത്ത നമ്പരാണെങ്കിൽ പറയാം, മുസ്ലിമാണോ അമുസ്ലിമാണോ നിനക്കറിയില്ല. പക്ഷെ നിനക്കറിയുന്ന നമ്പരിൽ കോള് വന്നാലും നീ ഹലോ എന്നാ ചോദിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് സഹോദര, സലാം പറയണം എല്ലാവരോടും. ഇനി നീ നിന്റെ വീട്ടിൽ ആരുമില്ല, പൂട്ടിയിട്ടിരിക്ക. നീ നിന്റെ കടയിലേക്ക് പോകുന്നു, കടയിൽ ആരുമില്ല, കട പൂട്ടിയിട്ടിരിക്ക, സലാം പറയണം. അവിടെയും നീ സലാം പറയണം. എങ്ങനെ? ആൾക്കാരുള്ള സ്ഥലമാണെങ്കിൽ നീ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് ജനമുള്ളവരോട്, ആളുള്ളിടത്ത് നീ സലാം പറയേണ്ടത്. ഇനി നിന്റെ വീടിന്റെ അകത്ത് ആരുമില്ല, നീ എന്തു പറയണം? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വീടിന്റെ അകത്ത് ആളില്ലെങ്കിൽ നീ ഇങ്ങനെ സലാം പറയണം. രാവിലെ കട തുറക്കാൻ പോകുകയാണ്, കട തുറക്കുമ്പോ പറയണം അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കട തുറക്കുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, ഉള്ളിടത്ത് നീ സലാം പറ, ഇല്ലാത്തടത്ത് നീ ഇങ്ങനെ സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ സലാം പറയണം? വീട്ടിൽ ആളുണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു വഅലൈക്കും അസ്സലാം, സലാം അടക്കണം. ഇനി വീടിന്റെ അകത്ത് ആരുമില്ല എങ്കിൽ എന്ത് പറയണം? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അൽഹംദുലില്ലാ, മലക്കുകൾ കാണും മടക്കാൻ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഇന്നു മുതൽ സലാം പറയും, പരിപൂർണമായി പറയും. നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക്. അൽഹംദുലില്ലാ. വയലുകൊണ്ട് പ്രയോജനം ഉണ്ടോ നോക്കട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. രണ്ട് റെഡിയല്ലേ? അടുത്ത അറ്റാക്ക് വരുന്ന നോക്കിയോ. രണ്ടാമത്തെ കാര്യം, വൻ ഇബ്നു ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന 2, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ.
താഴ്ത്തിക്ക്. ഡൈനിങ് ടേബിളിന്റെ ചുറ്റുഭാഗത്തല്ല, ഡൈനിങ് ടേബിളിന്റെ ചുറ്റുഭാഗത്തല്ല, വീട്ടിൽ ഒരു പാത്രത്തിന്റെ അകത്ത് ഭാര്യയും ഭർത്താവും മക്കളും ഭക്ഷണം കഴിക്കുന്നവരൊന്ന് കൈവക്കിക്കേ. നിനക്ക് ബർക്കത്ത് വേണം അല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇല്ല, വീട്ടിൽ ഒരു പാത്രം, കുഴിമന്തി ഉള്ള കടയിൽ പോയാൽ കാണാം ഒരു പാത്രം അല്ലേ? അവിടെ പോയിട്ടും തിന്നത്തില്ല. എടാ, കുഴിമന്തി ചെറുപ്പക്കാരെല്ലാരും കൂടെ മന്തിക്കടയിൽ പോയിട്ട് ഒരു ഫുള്ള് കൊണ്ടങ്ങോട്ട് വെക്കും. ഈ ഇരുന്നിട്ട് വാരി വലിച്ച് തിന്നും. ആ തിന്നുന്നത് പെണ്ണുമ്പിള്ളയുടെ കൂടെ ഇരുന്ന് തിന്നാൻ നീ രക്ഷപ്പെട്ടേനെ എന്നേ. കൂട്ടുകാരുടെ കൂടെ അതിനകത്ത് നല്ലവനും കാണും, കഞ്ചാവടിക്കുന്നവനും കാണും, കട്ടനടിക്കുന്നവനും കാണും, സർവ്വതും കാണും. എല്ലാം കൂടെ ഇരുന്നിട്ട് എന്ത് സുന്നത്താന്നറിയാവോ? ആ പാത്രം നക്കി വടിച്ചെടുക്കാൻ എന്തിരിതാ. എന്നാ നിന്റെ വീട്ടിൽ അതുപോലൊരു പാത്രം വെച്ചിട്ട് നീയും നിന്റെ ഭാര്യയും മക്കളും കൂടെ തിന്നടാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടേതാ? ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടേതാ? അനസ് തങ്ങളാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ 10 വർഷം നടന്ന സ്വഹാബിയാ പറയുന്നത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട് അല്ലാഹു ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മൾ കഴിക്കാറുണ്ടോ? നമ്മൾ കഴിക്കാറുണ്ടോ? പടച്ചവൻ അതെങ്ങനെ കഴിക്കാനായില്ലേ? പണ്ട് നമ്മുടെ ഉമ്മമാർ, നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു പാത്രം ഉണ്ടായിരുന്നു. ഒരു ചട്ടിയ, പാത്രമൊന്നുമില്ല. അന്നൊരു ചട്ടിക്കകത്ത് സിമെന്റ് കുഴക്കണത് പോലെ ഉമ്മ എല്ലാം കൂടെ എടുത്തങ്ങോട്ട് തട്ടും. ഒരു കുഴയാ, ഇങ്ങനെ അങ്ങോട്ട് ഇളക്കും. ഇളക്കിയിട്ട് വാടാ സിറാജ്, വാടാ അബൂബക്കറെ, വാടാ, ഓടി ചെന്നിട്ട് ആയിഷായോ ആമിനൊക്കെ എന്തൊരു ആർത്തിയാ പോയി തിന്നാൻ. നിങ്ങൾ ഇന്ന് വീട്ടിൽ പോകണം. ഇന്ന് വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കൾ 15-20 ഒന്നും വേണ്ട, ഒരു 5 വയസ്സിന്റെ മുകളിലോട്ട് പ്രായമുള്ള 4-5 വയസ്സോ പ്രായമുള്ള മക്കളുടെ മുന്നിൽ വെച്ച് ചോറ് വാരിയിട്ടിട്ട് അങ്ങോട്ട് കുഴക്കണം. എന്നിട്ട് ചോദിക്കണം, വാടാ അബൂബക്കറെ, പാപ്പ തിന്നോളാൻ പറയും. കാരണം അവൻ തിന്നൂല. ചിരിക്കണ്ട, നിങ്ങൾ ചെയ്തു നോക്ക്. 5 വയസ്സുള്ള മോന് നീ ചോറ് കുഴച്ചിട്ട് വേണോ വെച്ചാൽ അവൻ പറയും പാപ്പ തിന്നോ. കാരണം എന്തേ? പാപ്പ കൈയിട്ടത് വേസ്റ്റാ, ഉമ്മ കൈയിട്ടത് വേസ്റ്റാ. നീ അങ്ങനെ പഠിപ്പിച്ചിരിക്കണത്. അതുകൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും 20 കൊല്ലം ജീവിച്ചു. എന്തോ പറഞ്ഞു, അടിച്ചു പിരിഞ്ഞു. പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് ഭാര്യ കേസ് കൊടുത്തിരിക്കുക. പെണ്ണും പിള്ള കേസ് കൊടുത്ത് ഭർത്താവ് പീഡിപ്പിച്ചെന്ന്. ഇന്നലെ വരെ കൂടെ കടന്നവരാണ്. അതാ ശത്രുത, അതാണ് ശത്രുത. എടാ, നീ നന്നാവുന്നത് നിന്റെ കൂടപ്പറപ്പിന് തന്നെ. ഏറ്റവും വലിയ ശത്രു നിന്റെ കൂടപ്പറപ്പ്. മരിച്ചാ പോലും കയറിയേക്കല്ല എന്റെ വീട്ടില്. ആരെ നോക്കിയിട്ട്? സ്വന്തം അനുജനെ നോക്കിയിട്ട്. എന്താ ഇത്ര ശത്രുത വന്നത്? ഇത്ര ശത്രുത വരാനുള്ള കാരണം എന്താ? എടാ, പണ്ട് ഒരു ചെറിയ വീട്, ആ വീടിന്റെ അകത്ത് ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചപ്പോ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ പണ്ടുള്ളവര് പറഞ്ഞത് വീട്ടിൽ വലിയ അടുക്കള കെട്ടാൻ പാടില്ല. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. എന്ത് കെട്ടാൻ പാടില്ല? എന്ത് കെട്ടാൻ പാടില്ല? വലിയ അടുക്കള. എന്തേ കാരണം? നിന്റെ വീട്ടിൽ എത്ര ഉണ്ട് അടുക്കള? 1, 2, 3 അടുക്കള. ഇപ്പൊ ഏത് വീട്ടിൽ ചെന്നാലും 3 അടുക്കള കാണാം. പണ്ടങ്ങനല്ല, ഒരു ചെറിയ അടുക്കള. 5 മക്കളുണ്ടെങ്കിലും ഈ 5 എണ്ണത്തിന്റെ ഭാര്യമാരും ഈ അടുക്കളയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ച് നടക്കും. സ്ഥലമില്ലല്ലോ. ഈ 5 പെണ്ണുങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും നടക്കും. അവിടെയാണ് അവർ എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. അത് കാരണം അവര് തമ്മിൽ അടിയില്ലായിരുന്നു, വഴക്കുമില്ലായിരുന്നു, ബഹളം ഇല്ലായിരുന്നു. ഉള്ളത് വെച്ച് വിളമ്പി തിന്ന് സുഖമായിട്ട് ജീവിച്ചു. ഇപ്പം 3 അടുക്കള. ജ്യേഷ്ഠന്റെ ഭാര്യ ഇവിടെ, രണ്ടാമത്തവന്റെ ഭാര്യ അവിടെ, ഏറ്റവും ഇളയത് പുറത്തത്. എന്നിട്ട് ഒരു വീടിന്റെ അകത്ത് തന്നെ 2 ബെഡ്റൂമും, 2 അടുക്കളയും 2 ഭക്ഷണം വെപ്പും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാലോചിക്ക്, പണ്ട് അങ്ങനല്ല. ഒരു ചെറിയ അടുക്കളക്കകത്ത് എല്ലാം കടന്ന് ഇങ്ങനെ കറങ്ങും. അപ്പൊ സ്നേഹം ഉണ്ടായിരുന്നു, അപ്പൊ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇതൊന്നും വെറുതെ അല്ല, ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബർക്കത്ത് വേണോ? നാളെ രാവിലെ പോയിട്ട് ഒരു വലിയ ബൈസം വാങ്ങണം, ഒരു വലിയ പാത്രം. നാളെ മുതൽ വീട്ടിൽ ഒരുമിച്ചിരുന്ന് തിന്ന്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്
ഇൻഷാ അല്ലാ ഒരു പാത്രം വാങ്ങോ? പോരാ, എനിക്ക് ഒരാവശ്യമില്ല. നിനക്ക് വേണമെങ്കിൽ നീ ചെയ്, ഞാൻ എന്റെ കാര്യം നോക്കിയാ പോരെ. എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ. നിനക്ക് വേണോ നീ ചെയ്തു നോക്കടാ ചങ്ങാതി. ഒരു 2 ദിവസം, ഒരു 3 ദിവസം, ഒരാഴ്ച നീ ഇങ്ങനെ ചെയ്താ നിന്റെ പെണ്ണും പിള്ള കാമുകനെ ബ്ലോക്ക് ചെയ്യും. മതി, അസ്സലാമു അലൈക്കും. നിന്റെ പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നു, ഭർത്താവിന്റെ കൂടെ ഇരുന്ന് നീ ഭക്ഷണം കഴിക്ക്, നിന്റെ പരാതി തീരും. ആമനെ ചോദിക്കും, എന്തേ ഉസ്താദ്, എന്റെ അക്കായ്ക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല, എത്ര പെണ്ണുങ്ങളുമായിട്ടോ, ഓ സാധു പാപോടാ, കഷ്ടം പറയണേട്ടാ വിചാരിക്കും. ഓള് മലക്കരെ പോലെ സംസാരിക്കുക. എടാ, മനസ്സുകൾ തമ്മിൽ അടുക്കണം. ഒരു പാത്രത്തിന്റെ അകത്ത് ഭക്ഷണം കഴിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? 3 നേരവും അങ്ങനെ കഴിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിക്കാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യാമെന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പിശുക്കന്മാര് ആലോചിക്ക, എന്റെ പൊന്നാര ഉസ്താദെ, ആമിനാടെ കൂടെ എങ്ങനെ ഇരിക്കും ഞാൻ? ആമിനാടെ കൂടെ എങ്ങനെ ഞാൻ കഴിക്കും? അതാ ചിന്തിക്കണേ. കൂടെ കടക്കുന്നതിന് നിനക്ക് കുഴപ്പമില്ല, കൂടെ അവളുടെ കൂടെ കയറി കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, തിന്നാൻ കുഴപ്പം. നിനക്ക് വേണമെങ്കിൽ ചെയ്യടാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിനക്ക് വേണമെങ്കിൽ, എനിക്ക് ആവശ്യമൊന്നുമില്ല, നിനക്ക് വേണമെങ്കിൽ നീ ചെയ്യ്. ഞാനതാ പറയുന്നത്. നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ നീ ചെയ്യ്, ഇല്ലെങ്കിൽ ഇങ്ങനെ നരകിച്ച് നിന്റെ ജീവിതം തുലയ്ക്ക്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. 3 പറഞ്ഞു തരട്ടെ. വേണോ? 3ാമത്തെ കാര്യം, എന്തുകൊണ്ട് നിനക്ക് നാശമുണ്ടായി? എന്തുകൊണ്ടാണ് നിന്റെ വീടിന്റെ അകത്ത് ഇത്രയും വലിയ നഷ്ടം വരാറുള്ള കാരണമെന്നറിയുമോ? 3ാമത്തെ കാര്യം ബർക്കത്ത് വേണോ? 3ാമത്തെ കാര്യം ബർക്കത്ത് വേണോ? നീ ചോദിക്കും, ഉസ്താദേ നല്ല കച്ചവടമുണ്ടായിരുന്നു, നല്ല നിലയിലായിരുന്നു, എന്തേ ഞാൻ ഇങ്ങനെയായി പോയത്? അതിന്റെ കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ, ഭക്ഷണം താഴെ വീണാല്, ഭക്ഷണം താഴെ കിടക്കുന്ന ഭക്ഷണമുണ്ടല്ലോ, ചോറ് തിന്നുമ്പോ നിന്റെ പാത്രത്തിൽ നിന്ന് താഴെ വീണ ഭക്ഷണമുണ്ടല്ലോ, അത് നീ എടുത്ത് കഴിക്ക്. അള്ളാഹു അതിൽ ബർക്കത്ത് വെച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ഭക്ഷണം? തിന്നുന്ന ഭക്ഷണത്തിലല്ല, ആ താഴെ കിടക്കുന്ന ചോറ് നീ നോക്കി വെച്ചോ. എടാ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഭക്ഷണ പാത്രത്തിൽ നിന്ന് താഴെ വീണ ഭക്ഷണം നീ നല്ലതുപോലെ ശ്രദ്ധിച്ചു വെച്ചോ. അതിനകത്ത് അല്ലാഹു ബർക്കത്ത് വെച്ചിട്ടുണ്ട്. ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കി വലത് കൈ കൊണ്ട് നീ കഴിക്ക്. അല്ലാഹു നിന്നെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നമ്മളെടുത്ത് കഴിക്കാറുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ചങ്ങാതി നീ നേരെയാവാത്തത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ വരുമ്പോ ആയിഷ ബീബി ഭക്ഷണം കഴിക്കുക, ഒരൽപ്പം താഴെ കിടക്കുന്നു. അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്, മുത്തുനബിയുടെ കണ്ണ് നിറയുകയാണ്. ആയിഷ, എടുത്ത് കഴിക്ക ആയിഷ, ആ താഴെ കിടക്കുന്ന ഭക്ഷണം എടുത്ത് കാടിക്ക്, അത് നീ എടുത്ത് കഴിക്ക്. എന്നിട്ട് മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു തന്ന നിഅമത്താ, ഈ ഭക്ഷണം അല്ലാഹു തന്ന നിഅമത്താ, ഈ അല്ലാഹു ചെയ്ത നിഅമത്തിനെ നീ നിന്ദിച്ചാ അല്ലാഹു നശിപ്പിച്ച് കളയും. ആയിഷ സഹോദരാ, എന്തേ നീ ഇത്ര നശിച്ചു പോയത്? നീ ഇത്രയും അധപ്പതിച്ചു പോയത് എന്തുകൊണ്ടാണ്? നിന്റെ വീടിന്റെ അകത്ത് നാശം വന്നത് താഴെ വീണ ഭക്ഷണത്തെ നീ നിന്ദിച്ചത് കൊണ്ടാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. താഴെ വീണ ഭക്ഷണം അല്ലാഹ് നിനക്ക് ചെയ്ത നിഅമത്തിൽ ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. അല്ലാഹ് ചെയ്ത നിഅമത്തിനെ നീ പുച്ഛിച്ചു തള്ളി. അല്ലാഹ് ചെയ്ത നിഅമത്തിനെ ഇല്ലേ, ക്ലോസറ്റിലാ കേക്ക്. ഇപ്പം അല്ലാഹു കാക്കുമാറാകട്ടെ. ക്ലോസറ്റ് കേക്ക് അവന്റെയൊക്കെ ജീവിതം എന്താകുമോ? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, അല്ലാഹ് തന്ന നിഅമത്താണ് ഭക്ഷണം, സാധാരണമല്ല. അതുകൊണ്ടാ പറഞ്ഞത്, ഭക്ഷണത്തെ നിന്ദിക്കരുതെന്ന് പറഞ്ഞാൽ ഭക്ഷണം നീ ചെന്നതിന് ശേഷം വേണം നിന്റെ മുന്നിൽ കൊണ്ടുവെക്കാൻ. ഹദീസിന്റെ പണ്ഡിതന്മാർ, ഇന്നലെയും ഞാൻ എൻ്റെ പള്ളിയിൽ ക്ലാസ് എടുത്തതാ,
ഭക്ഷണം വളരെ ശ്രദ്ധയോടുകൂടി കേൾക്ക്. ഭക്ഷണത്തിനെ നിങ്ങൾ ആദരിക്കണം. അത് അല്ലാഹ് ചെയ്ത നിഅമത്ത. ആദരിക്കണമെന്ന് പറഞ്ഞാൽ നേരത്തെ ഭക്ഷണം വിളമ്പി വെച്ചേക്ക, നീ പിന്നെ പോയിരിക്ക. ഭക്ഷണം നിന്നെ നോക്കിയിരിക്കരുത്. ഭക്ഷണം നിന്നെ നോക്കിയിരിക്കരുത്. നീ ഭക്ഷണത്തെ നോക്കിയിരിക്കണം. നീ ചെല്ലുന്നതിന് മുമ്പേ ഭക്ഷണം വിളമ്പി വെക്കുന്നത് അതിനെ നിന്ദിക്കുന്നതിന് തുല്യമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹ് കാക്കുമാറാകട്ടെ. ആമിനടുത്ത് പറഞ്ഞേക്കാ, വിളമ്പി വെച്ചേക്കാ, ഞാൻ വന്നേക്കാം. എന്നിട്ട് അതിങ്ങനെ പുരാവസ്തു ഇരിക്കുന്നത് പോലെ ഇരിക്കുക. അത് നിന്ദിക്കുന്നതിന് തുല്യമാ. ഒരിക്കലും ചെയ്യരുത്. എന്റെ സഹോദരിമാരോട് പറയുന്നു, ഒരു കാരണവശാലും അള്ളാഹുവിനെ ഓർത്തിട്ട് നിങ്ങൾ ഭക്ഷണം നേരത്തെ വിളമ്പി വെക്കരുത്. നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ മക്കൾ വന്നതിന് ശേഷം മാത്രമേ ഭക്ഷണം മുന്നിൽ കൊണ്ടുവെക്കാവൂ. നേരത്തെ വിളമ്പി വെക്കുന്നത് അതിന് നിന്ദിക്കുന്നതിന് തുല്യമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലാഹ് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്ത് വേണോ, ദയവ് ചെയ്ത് താഴെ വീണ ഭക്ഷണം നിങ്ങൾ നിന്ദിക്കരുത്. താഴെ വീണ ഭക്ഷണത്തെ നിങ്ങൾ നിന്ദിച്ച അല്ലാഹ് നിന്നെ കൈയൊഴിയും. നിന്റെ ജീവിതം നാശമാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിന്നുന്ന ചോറിനേക്കാളും ഏറ്റവും കൂടുതൽ ബറക്കത്ത് താഴെ കിടക്കുന്നതിനാ. 2 ഭക്ഷണത്തിനാണ് ബറക്കത്ത്. 2 ഭക്ഷണത്തിനാണ് ബറക്കത്ത്. 1 താഴെ വീണ ഭക്ഷണം, 2 ഏറ്റവും അവസാനം കഴിക്കുന്ന ഭക്ഷണം. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. കണ്ടിട്ടുണ്ടോ, നമ്മളൊക്കെ തിന്നു വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇട്ടേക്കും. എന്നാൽ ചില ഉസ്താദന്മാരൊക്കെ അള്ളാഹുവെ നക്കി തുടയ്ക്കും കൈകൊണ്ട്. എല്ലാരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റാലും ആ പാത്രം ഇങ്ങനെ നക്കി തുടയ്ക്ക, കൈകൊണ്ട് ഇങ്ങനെ തുടച്ചെടുക്ക. എന്തുകൊണ്ട്? അതിലാ ബറക്കത്ത്. അവിടെയാ മോനെ ബറക്കത്തിരിക്കുന്നത്. 2 ഭക്ഷണത്തിൽ, 1 താഴെ വീണ ഭക്ഷണം, 2 അവസാനം എല്ലാരും തിന്ന് തീരുമ്പോ അവസാനത്തെ ഭക്ഷണം, അതിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, 5 കാര്യങ്ങൾ പഠിച്ചു. 1, അള്ളാഹു നിനക്ക് രക്ഷ തരണമെങ്കിൽ 1, എന്ത് കാര്യവും ചെയ്യുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിനെ ഏൽപ്പിക്കണം. 2, നീ മുഷാവറ ചെയ്യ്, അറിവുള്ളവരോട് ചോദിക്ക്. 3, അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ, റബ്ബിന്റെ സഹായം ലഭിക്കാൻ ഒരു സദക്ക കൊടുക്ക്. 4, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടാൻ സൂറത്തു യാസീൻ ഓത്. 5, വാപ്പയോടും ഉമ്മയോടും ചോദിക്ക്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി ചോദിക്ക്. മരിച്ചവരാണെങ്കിലും ഖബറിൽ കിടന്നാ കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവരാ നമ്മൾ. ഖബറിൽ പോയി അനുവാദം ചോദിക്ക്. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.